അവന്റെ ശ്രദ്ധ മാറ്റി എല്ലാം പഴയതുപോലെയാക്കി അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അതിനുശേഷം ഫെങ് ഓടി അവന്റെ ഓഫീസിലെത്തുന്നു. അവിടെ അവനേക്കാൾ മുന്നേ എത്തിയ ഷോൻഷി ബാത്റൂമിൽ കയറിയിരുന്നു. അവന്റെ മുന്നിൽ അഭിനയിച്ചുകൊണ്ട് അവൾ അവനെ വഴക്കു പറയാൻ തുടങ്ങുന്നു. അതായത് അവൻ അവളെ കുളിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു. ഇത് കേട്ട് ടെൻഷനായ ഫെങ് അവൾക്ക് അവന്റെ കാറിന്റെ കീ കൊടുത്ത് ഇക്കാര്യം ആരോടും പറയരുത് എന്ന് പറയുന്നു. അപ്പോൾ ഷോൻഷി ഒരുപാട് സന്തോഷിക്കുന്നു. അതിനുശേഷം ഫെങ്ങിനെ ഡോക്ടറുടെ കൂടെയാണ് കാണുന്നത്. അതിൽ നിന്നും മനസ്സിലാക്കാം ഇന്ന് നടന്നതും അവന് ഹലൂസിനേഷൻ ആയിട്ടാണ് തോന്നിയത്. ഡോക്ടർ അവനോട് തന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറയുന്നു. ഹലൂസിനേഷനിൽ ഷോൻഷി മൂവ് ആയത് കണ്ടു എന്നറിയുന്ന ഡോക്ടർ അവളുടെ കൂടെ ഒരുമിച്ച് നിൽക്കാൻ സജസ്റ്റ് ചെയ്യുന്നു. അടുത്ത സീനിൽ ഫെങ് കൊടുത്ത കാറിൽ ഡെലിവറി ചെയ്യാൻ വരുന്ന റെസ്റ്റോറന്റ് ഓണറെയും ഷോൻഷിയുമാണ് കാണുന്നത്. അന്നേരം ഓണർ പറയും, ഫെങ് നിന്നെ ഒരുപാട് ഇഷ്ടമായിരിക്കും, അതുകൊണ്ടല്ലേ അവൻ നിനക്കൊരു കാർ തന്നത്. ഇത് കേട്ട ഷോൻഷി പറയും, അങ്ങനെയാണെങ്കിൽ ഈ കാർ ഞാൻ അവന് തിരിച്ചു കൊടുക്കും. ഷോൻഷി അവന്റെ ക്യാബിനിൽ എത്തുമ്പോൾ അവൻ അവിടെ ഒരു വീഡിയോ കോൺഫറൻസിലായിരിക്കും. അതുകൊണ്ട് ഫെങ് അവളോട് അവിടെ നിന്ന് പോകാൻ പറയുന്നു. പക്ഷേ ഷോൻഷി അതൊന്നും ശ്രദ്ധിക്കാതെ റെസ്റ്റോറന്റ് ഓണർ പറഞ്ഞതെല്ലാം അവനോട് പറയും. അത് കാരണം ഫെങ് പെട്ടെന്ന് അവന്റെ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് അവളോട് പറയുന്നു തനിക്ക് അവളെ ഇഷ്ടമല്ല എന്ന്. ഇത് കേട്ട ഷോൻഷി ഒരുപാട് സന്തോഷിക്കുന്നു. അന്നേരമാണ് അവൾക്ക് ഓണർ പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത്. ഫെങ് ഫുഡ് കഴിച്ചു തീരാതെ അവിടെ നിന്നും പോവരുതെന്ന്. പക്ഷേ ഫെങ് അപ്പോൾ ഫുഡ് കഴിക്കില്ല. അതുകൊണ്ട് ഷോൻഷി അവനെ നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിക്കുന്നു. ഫെങ്ങും അത് തടയില്ല. അവൻ അവള് ഫീഡ് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ അവൻ ഒരുപാട് സന്തോഷം തോന്നും. പക്ഷേ പെട്ടെന്ന് അവന്റെ ആരോഗ്യം വഷളാവാൻ തുടങ്ങും. അതേ സമയമാണ് സു വന്ന് അവനെ കാണുന്നത്. അവന്റെ ആ അവസ്ഥ കണ്ട് അവൾ ചോദിക്കുന്നു, നിനക്ക് സീ ഫുഡ് അലർജി അല്ലേ, എന്തിനാണ് നീ ഇത് കഴിച്ചത്? അപ്പോൾ ഫെങ് അവളെ സു എന്ന് പേരെടുത്ത് വിളിക്കുന്നു. ഇത് കേട്ട് അവൾ ചോദിക്കും, നിനക്കെല്ലാം ഓർമ്മ വന്നോ? അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അത് കണ്ട് നമുക്ക് മനസ്സിലാക്കാം സൂയും ഫെങ്ങും മുമ്പ് റിലേഷൻഷിപ്പിലായിരുന്നു. അതേസമയം തിരിച്ചു നടന്നുകൊണ്ടിരുന്ന ഷോൻഷിക്ക് ഓർമ്മ വരും അവൾ കാറിന്റെ കീ തിരിച്ചു കൊടുക്കാൻ മറന്നുപോയെന്ന്. അങ്ങനെ അവൾ തിരിച്ച് ഫെങ്ങിന്റെ ക്യാബിനിലേക്ക് തന്നെ പോകുന്നു. അവിടെ ഫെങ്ങിന്റെ അവസ്ഥ കണ്ട് ഫെങ്ങിനെ എങ്ങനെയൊക്കെയോ എടുത്ത് പുറത്തേക്ക് എത്തിച്ച് ഒരു 2 വീലർ എടുത്ത് പറന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചേരുന്നു. അവന് മരുന്ന് കൊടുക്കുന്നു. ഡോക്ടർ ഷോൻഷിയെ കണ്ട് ഒരു ഡെലിവറി ഗേൾ ആയതുകൊണ്ട് പുറത്താക്കുന്നു. അതിനുശേഷം ഫെങ്ങിന് ബോധം വരുമ്പോൾ അവൻ ഷോൻഷിയെ അന്വേഷിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഡോക്ടർക്ക് മനസ്സിലാകുന്നത് ആ ഡെലിവറി ഗേളാണ് ഷോൻഷി എന്ന്. അപ്പോൾ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.